ആ ഭാര്യയല്ലയോ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഹിറാ ഗുഹയിൽ ഇരിക്കുകയാണ്. ഇരുട്ടിന്റെ മറവിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ വായിക്കുക, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. അങ്ങയുടെ നാഥന്റെ നാമത്തിൽ വായിക്കു നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാനബി കാരീന്, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ജിബ്രീൽ നബി തങ്ങളെ പിടിച്ചു കെട്ടിപ്പിടിച്ചല്ലോ. നമ്മൾ എത്ര പ്രാവശ്യം കേട്ട ചരിത്രമാ. ചരിത്രം ഇങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് ഗുഹയുടെ ഇരുട്ടിന്റെ നടുവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ കെട്ടിപ്പിടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പേടിച്ചു മറച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം ചുട്ടുപൊള്ളുകയാണ്. പ്രവാചകൻ കിലുകിലാ വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പേടിച്ചരണ്ടുപോയി. ജിബ്രീൽ 3 പ്രാവശ്യം അണച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് ഒരു മലക്കിന്റെ ആലിംഗനം കേട്ട് ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന് പേടിക്കുകയാ. സാന്ത്വനം നൽകാൻ ആരുമില്ല. അല്ലാഹുവിന്റെ റസൂല് പേടിച്ചു പറച്ച ഹൃദയവുമായി ചുട്ടുപൊള്ളുന്ന മനസ്സുമായി ഹിറാ ഗുഹയിൽ നിന്നിറങ്ങിയ പ്രവാചകൻ എവിടേക്കാ സഹോദരങ്ങളെ ഓടിച്ചെന്നത്? അല്ലാഹുവിന്റെ റസൂല് വേദനയൂറുന്ന ഹൃദയവുമായി ഓടിച്ചെന്നത് തന്റെ പിതാവിന്റെ കബറിടത്തിലല്ല, തന്റെ ഉമ്മയുടെ കബറിടത്തിലല്ല, തന്റെ കൂട്ടുകാരുടെ അടുക്കലേക്കല്ല. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു കൊണ്ടോടിയത് ആരെയെന്നറിയുമോ? സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ. ഖദീജ എന്നെ പുതപ്പിട്ടു മോടുമോ? അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവ് ഹൃദയം കൊള്ളുമ്പോ തന്റെ ഒരേ ഒരത്താണ് ഏടാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ ഓടിച്ചെന്ന് ഖദീജ എന്നെ പുറപ്പെട്ടു മോട്. പ്രിയപ്പെട്ട ഭാര്യ ഖദീജ, ഖുർആനിലെ ഭാര്യ, ഖുർആനിലെ ഭാര്യ, ഖുർആനിലെ ഭാര്യ ബീവി ഖദീജ. പ്രവാചകൻ ഓടി വരികയാണ്. ഭർത്താവ് ഓടി വരുന്ന വേഗതയോടെ, വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ ഓടി വരുന്ന തന്റെ ഭർത്താവിന്റെ കൈപിടിച്ച് ഖദീജ റളിയല്ലാഹു തആല അൻഹ എന്താ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശിരസ്സെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ച് പേടിച്ചു വിറച്ച് പൊള്ളുന്ന മനസ്സുമായിട്ട് വരുന്ന പെങ്ങളെ ഒരു ചരിത്രത്തിന്റെ ഖദീജയാകുമോ? ഒരു ചരിത്രത്തിന്റെ ആയിഷയാകുമോ? എന്തിനാ കുടുംബത്തിലൊരു കൂരയ്ക്ക് കീഴയിൽ താമസിച്ചിട്ട് എന്തിനാ ഈ മത്സരം? എന്തിനാ ബന്ധങ്ങൾ തകർത്തെറിയുന്ന മതം പൊട്ടൽ? എന്തിനാ? ഖുർആനിലെ ഭാര്യയായി ഖദീജ ബീവി പേടിച്ചു വിറച്ചു വരുന്ന ഭർത്താവിന്റെ ശിരസ്സെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ഭർത്താവിന്റെ മുടിയഴകളിലൂടെ തന്റെ കൈവിരലുകൾ തടുകിത്തലോടി പേടിച്ചു വരുന്ന ഭർത്താവിനെ പിടിച്ചു മടിയിൽ കിടത്തി മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. മുടിയഴകളിലൂടെ തന്റെ കൈവിരലുകൾ കൊണ്ട് പ്രവാചകന്റെ ശിരസ്സിൽ തടുകിത്തലോടി. ഖദീജ പറഞ്ഞ വാക്കുകൾ ഹദീസിൽ സുവിദിതമാണ്. വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹമ വതസ്ദുഖുൽ ഹദീസ വതഹ്മിലുൽ കല്ലാ വതുകീരുൽ ലൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ലാ യുഖ്സീകല്ലാഹു അബദാ, അല്ലാഹു അങ്ങേ ദുഃഖിപ്പിക്കില്ല നബിയെ. എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാണ് വിറക്കുന്നത് നബിയെ? സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുകയാണ്. ഒരു ഭർത്താവിന് ദുഃഖമുണ്ടാകുമ്പോൾ ഉപ്പ പറയുന്നു മോനെ പോവട്ടെ എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടില്ല. മക്കൾ പറയുന്നു ഉപ്പാനെ പോട്ടെ എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടില്ല. പക്ഷെ അടുത്ത് കിടക്കുന്ന ഭാര്യ തന്റെ കൈവിരലുകൾ കൊണ്ട് കഴുത്തിലേക്ക് ചുറ്റിപ്പിടിച്ചിട്ട് വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ, ഞാനില്ലേ കൂടെ, ഏത് കഷ്ടത സഹിക്കാനും നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്നൊരു ഭാര്യ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ആശ്വാസമുണ്ടോ? അതിനേക്കാൾ വലിയ സന്തോഷമുണ്ടോ? അതിനേക്കാൾ വലിയ ഒരു മൃതസഞ്ജീവനി വേറെ ഏതാണുള്ളത്? ഭാര്യ അതൊരു നല്ല വാക്കാണ്, അതൊരു നല്ല മുഖമാണ്, നല്ല ചിരിയാണ്, നല്ല സുസ്മേരവദനയാണ്. ആയി ബഹുമാനപ്പെട്ട ഖദീജ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പറയുന്നു, ലാ യുഹ്സീകല്ലാഹു അബദാ, പേടിക്കണ്ട ഭർത്താവേ, അല്ലാഹ് എന്തിനാണ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത്? ഇന്നക ലതസിലുർ റഹ്മ, അങ്ങ് കുടുംബ ബന്ധം ചേർത്ത ആളല്ലയോ? വതസ്ദുഖുൽ ഹദീസ, സത്യം പറയുന്ന ആളല്ലയോ? വതഹ്മിലുൽ കല്ലാ, മറ്റുള്ളവരുടെ ദുഃഖം മാറ്റാൻ പ്രയത്നിക്കുന്ന ആളല്ലയോ? വതുഈനു അലാ നവായിബിൽ ഹഖ്, അങ്ങ് സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളല്ലയോ? അല്ലാഹു അങ്ങേ ദുഃഖിപ്പിക്കില്ല നബിയേ.
അള്ളാഹു അങ്ങേ ദുഃഖിപ്പിക്കില്ല നബിയെ. എന്നിട്ടും ആ ഭാര്യ നിർത്തിയില്ല. ഖദീജയുടെ വാക്കുകൾ പ്രവാചകന്റെ ചുട്ടുപൊള്ളിക്കിടക്കുന്ന ഹൃദയത്തിലേക്ക് ഒരു മാരുതൻ പോലെ പെയ്തിറങ്ങി. അള്ളാന്റെ റസൂലിന്റെ ഹൃദയത്തിന്റെ ചൂടുമാറി. അള്ളാന്റെ റസൂല് ചാടി എഴുന്നേറ്റു. ഖദീജ എന്നിട്ട് നിർത്തിയില്ല. പേടിക്കണ്ട നബിയെ, ഇനിയും എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ നമുക്ക് നാളെ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കൽ പോകാം. ഒരു നല്ല ഡോക്ടറെ പോയി നമുക്ക് കാണാം നബിയെ. പ്രിയപ്പെട്ട ഭാര്യ മുടിയടകളിലൂടെ തടുകി തലോടി പറഞ്ഞപ്പോ അള്ളാന്റെ റസൂലിന്റെ ദുഃഖം മാറി. ഈ പെണ്ണാണ് പെണ്ണെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഈ പെണ്ണാണ് രാത്രിയുടെ ധർമ്മം നിർവഹിച്ച പെണ്ണ്. അത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ. കൊതിയില്ലേ നമുക്ക്? കൊതിയില്ലേ നമുക്ക്? യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഖദീജ ബീവി നമ്മൾ വല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഭാര്യമാർ ഇങ്ങനെ ആവോ? അള്ളാന്റെ റസൂല് രാത്രി ഇറങ്ങിപ്പോയത് ആ ഗുഹയെ പോയി തന്നെ ഇരുന്ന് ഒരു വെളുപ്പാങ്കാലത്ത് രാത്രി പോയി നബികൾ രാത്രിയിലാണല്ലോ ഇരുന്നത്. സുബൈക്ക് തൊട്ടുമുമ്പുള്ള സമയത്താണല്ലോ ജിബ്രീൽ വന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, രാത്രി റസൂൽ എവിടെ പോയിരിക്കുക? അങ്ങ് അകലെയുള്ള മലയുടെ മുകളിലുള്ള ഗുഹയില് അവിടെ പോയി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സുബൈയോട് അടുത്ത സമയം. ആ സമയത്ത് ജിബ്രീൽ വന്ന് കെട്ടിപ്പിടിക്കുന്നു. റസൂലുള്ള ഓടിയത് ആ സമയത്താണ്. ആ സമയത്ത് റസൂലുള്ള ഓടിച്ചെന്നു റമ്മിലൂനി ആ ഖദീജ എന്നെ ഒരാൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചു, നീ എന്നെ ഒന്ന് പുതപ്പിട്ടു മൂട്. നമ്മൾ നേരെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് സുബൈയുടെ സമയത്ത് ഓടി വന്നിട്ട് ഭാര്യയോട് പറയാ, ഭാര്യയെ ദമ്മിലൂനി ആ ഖദീജ, സുബൈദ എന്നെ ഒന്ന് ആരോ കെട്ടിപ്പിടിച്ചു, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടാൻ പറഞ്ഞാൽ നിങ്ങളെ പുതപ്പല്ല, നിങ്ങളെ ഇപ്പൊ മണ്ണിട്ട് മൂടും. ആരാ കെട്ടിപ്പിടിച്ചതെന്ന് പറഞ്ഞു. ആദ്യം നമ്മുടെ ഭാര്യയുടെ അടുക്കൽ വന്നിട്ട് നമ്മൾ പറഞ്ഞാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും? പാതിരാത്രിയുടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സുബൈക്ക് വാങ്ങി കുളിക്കണം, ആരോ കെട്ടിപ്പിടിച്ചു പേടിച്ചെന്നും പറഞ്ഞു വന്നേക്കണം. ഇറങ്ങിക്കോ ഇവിടെ നിന്ന്. അതോടെ ആളെ തീർന്ന്. എന്ത് നിങ്ങൾക്ക് അത്ഭുതം എന്താ? റസൂലുള്ള ഈ സമയം ഖദീജ നിങ്ങളെപ്പോലൊരു ഭാര്യയല്ലേ സഹോദരിമാരെ? ഖദീജ ഒരു പെണ്ണാണല്ലോ. ഈ ചിന്തയും വികാരവും ഒക്കെ ഉണ്ടാവാമല്ലോ. ഖദീജ ബീവി അങ്ങനെയല്ല. റസൂലുള്ളാഹിനെ പിടിച്ച് മടിയിൽ കിടത്തി റസൂലുള്ളാഹിയുടെ മുടിയിടയിൽ തഴുകി തലോടി. അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നമുക്ക് വല്ലാത്ത ടെൻഷനാണ്. കച്ചവടത്തിൽ വലിയ തകർച്ച വന്നു. പേടിച്ച് പറിച്ച് ദുഃഖത്തോടെ പോകുമ്പോൾ ഭാര്യ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. സന്തോഷമാണെങ്കിൽ ഞാനുണ്ട്, സങ്കടമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നൊരു ഭാര്യ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സാന്ത്വനം വേറെ ഉണ്ട്, സമാധാനം വേറെ ഉണ്ടോ? ഇവര് പറയില്ല. നിങ്ങൾ പറയണ്ട, അല്ല പറയട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം നൽകാൻ രണ്ടേ രണ്ട് ആളുകൾക്കേ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വല്ലാത്ത സങ്കടമുണ്ട്. ആ സങ്കടമുള്ള ആൾക്ക് ജീവിതത്തിൽ സമാധാനം നൽകാൻ രണ്ടേ ആളുകൾക്കേ കഴിയും. ഖുർആൻ, ഞാനല്ല, അല്ല പറഞ്ഞ. ഒന്നാരാ? ഭാര്യ. അപ്പൊ രണ്ടാരാ? രണ്ടാമത്തെ ഭാര്യ, ഉമ്മ, മാതാവ്. ശരി, ഖുർആൻ എന്ത് പറയുന്നു നോക്കി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടായാൽ സമാധാനം നൽകാൻ കഴിയുന്ന ഒന്നാമത്തെ ആളാരാ? فأنزل الله سكينته عليه فأنزل الله سكينته عليه. അല്ലാഹു അവന് സക്കീനത്ത് നൽകും, അല്ലാഹു അവന് സമാധാനം നൽകും. وأنزل السكينة عليهم وأثابهم فتحا قريبا. അള്ളാഹുവിനാണ് സമാധാനം നൽകാൻ കഴിയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുമ്പോ അള്ളാഹ് പറയുകയാണ്, നീ ദുഃഖിക്കണ്ട, നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. അള്ളാഹു ആല ഇമ്രാൻ എന്ന കുടുംബത്തിലെ പെണ്ണിനോട് പറഞ്ഞതുപോലെ, അല്ലാ തഖാഫി വലാ തഹ്സനി, മറിയമേ ദുഃഖിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. മൂസാ നബിയുടെ ഉമ്മയോട് അല്ലാഹ് പറഞ്ഞില്ലേ, അല്ലാ തഖാഫി വലാ തഹ്സനി, മൂസാ നബിയുടെ ഉമ്മ നീ ദുഃഖിക്കണ്ട. അല്ലാഹു ദുഃഖിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരാ നമ്മളെ ദുഃഖിപ്പിക്കാനുള്ളത്? അവന് സമാധാനം തന്നാൽ പിന്നെ ആരാണ് നമുക്ക് സമാധാനം തരേണ്ടത്? അള്ളാന്റെ പക്കത്ത് നിന്നുള്ള സമാധാനം കിട്ടിയാൽ അവനോട് സമാധാനം ചോദിച്ചാൽ അവൻ തരുമെന്ന് വിശുദ്ധ ഖുർആൻ.
ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവൻ അരുകിൽ അണഞ്ഞരുളി ഭയന്നൊരു നിമിഷവും തളരരുതേ മയങ്ങുകില്ല ഉറങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല മയങ്ങുകില്ല ഉറങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല ഞാൻ മയങ്ങാത്തവനാണ് ഞാൻ ഉറങ്ങാത്തവനാണ് നിന്റെ കാല് വഴുതാൻ നിന്റെ കാല് പതറാൻ ഞാൻ സമ്മതിക്കില്ല ഞാനല്ലയോ നിന്റെ കൂടെയുള്ളതെന്ന് അല്ലാഹു പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഒന്നാമത് സമാധാനം തരാൻ വരുന്ന ആർക്കാണ് അല്ലാഹ്. അല്ലാഹ് സമാധാനം കൊടുത്ത കഥ ഒത്തിരി പറയുന്നുണ്ട് ഖുർആനിൽ. അത് പറയണമെങ്കിൽ വേറെ 5 ദിവസവും കൂടെ വേണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീടാവും. രണ്ടാമത് അല്ലാഹു സമാധാനം എന്നതിന് ഖുർആനിൽ പറയുന്ന വാക്യത സക്കീനത്ത് എന്നാണ്. എന്താണ് സക്കീനത്ത്? രണ്ടാമത് അല്ലാഹു സക്കീനത്ത് തരാൻ പറ്റുമെന്ന് പറയുന്ന ആരെ കുറിച്ചാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആ വാക്ക് വിശ്വസിച്ചേ പറ്റൂ. ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലിരിക്കുന്ന എന്റെ സഹോദരിമാർ അറിയണം, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പദവി എത്രയാ. ഖുർആനിൽ അല്ലാഹു പറയുന്ന അടിമയ്ക്ക് സമാധാനം നൽകാൻ കഴിയുന്നത് അല്ലാഹുവാണ്. രണ്ടാമത് ആർക്കെന്നറിയുമോ? അത് നിന്റെ ഭാര്യക്കുമാണ്, പെണ്ണിനാണ്. خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة ومن آياته الله ന്റെ വലിയ ദൃഷ്ടാന്തമാണ് അന ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണയെ തെരഞ്ഞെടുത്ത് തന്നത് എന്തിനാണ്? അല്ലാഹു നിങ്ങളോട് വിവാഹം കഴിച്ച് ഒരു പെണ്ണിനെ കൂടെ കൂട്ടാൻ പറഞ്ഞത് എന്തിനെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം. അല്ലാഹു പറയുന്ന ഒരാള് വിവാഹം കഴിക്കുന്നത് ലിതസ്കുനൂ ഇലൈഹാ, അവന് സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ സഹോദരിമാരെ, അല്ലാഹു സമാധാനം കൊടുത്താൽ പിന്നെ ഭൂലോകത്ത് സമാധാനം കൊടുക്കാൻ കഴിയുന്നത് പെണ്ണെ നിനക്കാണ് നിനക്കാണ് നിനക്കാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ സമാധാനം നൽകാൻ പറ്റുന്ന ആർക്കാണ്? ഭാര്യയ്ക്ക്. എന്റെ പൊന്നുസ്താദെ, അവളെ കെട്ടിന്റെ അന്ന് സമാധാനം പോയതാണ്, പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. അല്ല, ഒരാൾ വിവാഹം കഴിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഖുർആൻ പറയുന്നു ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാണ്? സമാധാനം കിട്ടാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? സന്തുഷ്ടാ ഭാര്യാ ഭർത്രോ ഭർത്രോ ഭാര്യോ തദൈവജ യസ്മിൻ ദേവകുലേ നിത്യം കല്യാണം തത്ര വൈധ്രുവം. സന്തുഷ്ടാ ഭാര്യാ ഭർത്രോ ഭർത്രോ ഭാര്യോ തദൈവജ യസ്മിൻ ദേവകുലേ നിത്യം കല്യാണം തത്ര വൈധ്രുവം. സന്തുഷ്ട ഭാര്യാ ഭർത്രോ, സന്തുഷ്ടയായ ഭാര്യയും ഭർത്താവും, അതിലൂടെ യസ്മിൻ ദേവകുലേ നിത്യം, അതിലൂടെ സന്തുഷ്ടമായ ഒരു കുടുംബം ഉണ്ടാവും. കല്യാണം തത്ര വൈധ്രുവം. ഇതിനു വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ഔക്കമാക്കാല ഭഗവത്ഗീത. അപ്പൊ ലോകത്തെല്ലാവരും വിവാഹം കഴിക്കുന്ന എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? സമാധാനത്തിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, സമാധാനം നൽകാൻ ലോകത്ത് കഴിയുന്ന ഏറ്റവും വലിയ അപൂർവമായ ബന്ധം ഈ ഭാര്യ ഭർത്തൃ ബന്ധമാണ്. അത് ഭാര്യയ്ക്ക് ഭർത്താവ് മാത്രമല്ല, ഭർത്താവിന് ഭാര്യയെ സമാധാനം കൊടുക്കണം, ഭാര്യയ്ക്ക് ഭർത്താവ് സമാധാനം കൊടുക്കണം. അല്ലാതെ ഏകപക്ഷീയമായിട്ടല്ല. ഞാൻ വിഷമിച്ച് ചെല്ലുമ്പോ ഭാര്യ നീ എന്നെ തലോടി ഒന്ന് സമാധാനം. എന്താ അവള് വിഷമിച്ച് കിടക്കുമ്പോ? തിരിച്ച് അള്ളാഹുവിടെ പറയുന്ന സൗജ് എന്നാണ് ഇണ. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് എവിടെ തുടങ്ങി എവിടെ